ഇഷ്ടം തുറന്നറിയാത്തവർ. ഇയാളാണോ? അതെ. കണ്ടിട്ട് നല്ല ഊടായ്പ സ്മെല്ലാണല്ലോ. അങ്ങനെ ഒന്നുമില്ല, നിനക്ക് തോന്നാ. പിന്നെ നാടിൻ്റെ എല്ലാ മൂലയ്ക്കും ഓരോ ബോർഡും കൊണ്ടുവച്ച് ഇവരെ ആൾക്കാരെ ഒന്നിപ്പിക്കാൻ നടക്കുമെന്നാണോ നീ പറയണേ? എടി, ഇയാൾ നമ്മളെ ഫ്രണ്ടിന്റെ കൂട്ടത്തിലൊക്കെ കാണുന്നേ. എടി, ഇവന്മാരുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ തന്നെ ഒന്നുകൂടെ ട്രൈ ചെയ്താൽ സെറ്റ് ആവുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ട്രൈ ചെയ്യാൻ ചാൻസ് വന്നിട്ട് എന്താ സംഭവിച്ചെന്ന് നമ്മൾക്ക് അറിയാലോ. ഡേ, എവിടെ നിന്റെ വരും? നമ്മളിപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ. നിനക്ക് ടെൻഷൻ ഉണ്ടാ? നിനക്ക് ടെൻഷൻ ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നേ? അത് പിന്നെ ഹൈപ്പർ ആക്റ്റീവ്. ശരി. അവൻ മാഡം മെനു ഓർഡർ ആവുമ്പോ പറയാം. തമ്പക്കോ പറ. ഡോ, പറഞ്ഞോ മാഡം. തനിക്ക് ഇവിടെ അറിയോ? അറിയാം. എങ്ങനെ അറിയാം? കോഫി കുടിക്കാൻ വരുമ്പോൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ എന്തിനാണ് വന്നേക്കണേന്നറിയോ? കോഫി ഷോപ്പല്ലേ മാഡം, എന്തെങ്കിലും കഴിക്കാനായിരിക്കില്ലേ അല്ലേ? ഇവക്കേ നിന്നെ കല്യാണം കഴിക്കണം. കിടന്ന് ഇളിക്കല്ലേ നീ. ഇയാൾക്കെന്താ മറുപടി പറയാൻ ഇത്ര മടി? ചോദിച്ചൊരു സമാധാനം പറയടോ. നമുക്ക് പിന്നെ സംസാരിക്കാം, ആൾക്കാർക്കൊക്കെ ഡിസ്റ്റർബൻസ് ആവില്ലേ? അതിനോട് ആരുമില്ലല്ലോ. കേൾക്കണത് കേക്കട്ടോ. താൻ പറ. സമാധാനം പറയട്ടേന്ന്. ചോദിച്ചതിന് സമാധാനം പറയട്ടേന്ന്. ഇവക്ക് എന്തായാലും കുഴപ്പം? ഇവിടെ നല്ല സുന്ദരിയല്ലേ? നിനക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടാലോ? ഇവക്ക് എന്തായാലും കുഴപ്പം? ആരാന്ന് എന്റെ വിചാരം. സോറി. ഹാപ്പി ടു സീ യു മാം. ഞങ്ങളുടെ പുതിയ ബ്രാഞ്ച് പള്ളിക്കര തുടങ്ങുന്നുണ്ട്. അതിന് അല്ല, അതുവഴി പോകുമ്പോൾ അവിടെ ഒന്ന് കയറി കഴിഞ്ഞാൽ അവിടെ കുഴിമന്തി ഭയങ്കര ഫേമസാ. അവൻ ചോദിച്ചു കുഴിമന്തി കൊടെ കുഴിമന്തി കൂടോ? എവിടെ നോക്കിയാലും ഒരു കുഴിമന്തി. തന്നെ ബിരിയാണി കേട്ടിട്ടുണ്ടോ? നീ വന്നേ. നിക്ക്, ഞാൻ പറഞ്ഞു തീർന്നില്ലെന്ന്. അത് പിന്നെ അന്നൊരു അബദ്ധം പറ്റിയതാ. ആ അബദ്ധം ഇനി പറ്റാതിരിക്കാനാ. എന്നേക്കാ വലിയ അബദ്ധായിരിക്കും ഇവന്മാര്. ചെന്ന് കയറിക്കൊടു. ഞാനൊന്നുമില്ല, ഞാൻ പോവാണ്. നീ വരണ്ടോ? ഏയ്, ഈ തെണ്ടിതൊരു ഇൻറ്റില് മാറിന്ന ഞാൻ ഇപ്പം ഉറങ്ങാൻ വരും. ചേച്ചിക്ക് തരാടോ അതിനെ. എടാ തെണ്ടിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നട്ടു ചേർന്ന് തുടങ്ങിയ ഗതി പിടിക്കൂലെന്ന്. എടാ പോയി അരി കഴിവടാ. പിന്നെ ബെൻസാണല്ലോ. എടാ അരി കഴിവാൻ. അരി കഴുകു. എടാ ഇന്നലെ ഞാനോടെ കഞ്ഞി വെച്ചു ഇവിടെ. ആണല്ലോ, എന്നാ ഇന്ന് നീ തന്നെ വെക്കണം. സത്യത്തിൽ ഞാൻ ആരാ? നിങ്ങളെ കുക്കാണോ അതോ ഇവിടുത്തെ അസിസ്റ്റന്റ് ആണോ? എടാ നല്ല ചാള വറുത്ത് വെച്ചിട്ടുണ്ടെന്ന്. എന്നാ ഞാൻ ചോറ് വെക്കാം. ചോറ് വെച്ച് ഞാൻ കറി അരി വയ്ക്കും. കഞ്ഞി വെച്ചാ മതി. ശരി കഞ്ഞി. ദേ കുടിച്ചിട്ട് അടുക്കള കറി കേട്ടോ. ഹലോ, ആരുമില്ലേ ഇവിടെ? ഇവിടെ ആരുമില്ല. കടക്കാരായി അങ്ങനെയാണ് കുഴപ്പമില്ല. എടി പോത്തെ, നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഇവന്മാർ ഊടായിപ്പന്ന്. വായിച്ചു നോക്ക്. അല്ലെങ്കിൽ നേരിട്ട് വന്ന് രണ്ടുപേരും ഒരുമിപ്പിക്കാനുള്ള കഴിവൊന്നും ഇവന്മാർക്കില്ല. മനസ്സിലായല്ലോ. ബാബുവാ. Yes, come in.
അവര് ആ, നിങ്ങളാണോ അത്? ഞങ്ങളായിരിക്കും. എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. ഓക്കെ, അപ്പൊ ഈ കേസ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. Please, വന്നേ. ഒരു സെക്കൻഡ്. അത് ഞാനല്ല പറഞ്ഞത്, ഞാനല്ല മൊലാടി, ദ ബോസ്, ദ ഓണർ. എന്താ സംഭവം? ആഹാ, അപ്പൊ ഇയാൾക്കത് ഓർമ്മയുണ്ട്? എവിടെ എന്റെ സാലറി, ഇൻസെന്റീവ്, ബോണസ്, ഗ്രാവിറ്റി? എവിടെ എന്റെ ഉത്സവത്താ? എന്റെ പെൻഷൻ എവിടെ? നീ പറഞ്ഞ പക്ഷെ ഇപ്പൊ കാശിന്റെ കാര്യം ഇപ്പൊ എന്ത് ചെയ്യും? എക്സ്ക്യൂസ് മീ, യു ഹാവ് എ മെസ്സേജ്. ബാങ്കിൽ നിന്നോ? Okay, then, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കാശ് കൊടുത്തേക്കുമാര് വീഴും. എന്താ നിങ്ങളുടെ പ്ലാൻ? അത് പറയുന്നില്ല, അത് കണ്ടാ മതി. പോലൊരു ജീവിതം എന്തൊരു പാടിത് വെച്ചടി വെച്ചടി മൊത്തം തൊന്തരവാ കള്ളന് വെക്കണ കഞ്ഞിയിൽ വീണൊരു പാത്ത കണക്ക് തുടങ്ങി നടക്കണ അപ്പടി അപ്പടി അക്കിടി സംഭവമാ നില കിട്ടാൻ നീർച്ചുഴിയാണേ പണി കിട്ടാൻ കൂട്ടാക്കല്ലേ പിടിവിട്ടാൽ കൊക്കയിലാണേ പണിപാളല്ലേ പിടികിട്ടും വള്ളികളെല്ലാം പുലിവാലായി മാറുകയാണ് ഇനി വീഴാൻ ഒരു കണിയല്ലേ തകതരികിട തരികിട ഹോയ് തീ തേടിപ്പാഞ്ഞേ മൊത്തത്തിൽ വെണ്ടേ പൊല്ലാപ്പിൽ പെട്ടേ കയ്യെത്തും ദൂരെ സൗഭാഗ്യം മുന്നേ അത് കയ്യിൽ തട്ടിപ്പറ വഴിച്ചു തരികയായി ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലൊരു ജീവിതം എന്തൊരു പാടിത് വെച്ചടി വെച്ചടി മൊത്തം തൊന്തരവാ കള്ളന് വെക്കണ കഞ്ഞി വീണൊരു പാത്ത കണക്ക് തുടങ്ങി നടക്കണ അപ്പടി അപ്പടി അക്കിടി സംഭവമാ തങ്കമിരിക്കണ മേശയ്ക്ക് കാവലിരിക്കും കള്ളന്റെ കീശയിലെ താക്കോലിൽ സ്വപ്നം നൂറാണ് ചൂടുപുകഞ്ഞൊരു വെള്ളത്തിൽ ചാടിയ പൂച്ചകൾ ജന്മത്തിൽ പച്ചോളം കണ്ടാലും പായും പുലിയാവും അടവെല്ലാം നാം മാറ്റിടാം കടകങ്ങൾ നാം മാറിടാം പുതു സ്വപ്നം തേടിപ്പോകാം വഴിപാടിടാതെ കാക്കാം വഴി വെട്ടിക്കൂട്ടിട്ടോടി സ്കൂട്ടായി തക 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 ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലൊരു ജീവിതം എന്തൊരു പാടിത് വെച്ചടി വെച്ചടി മൊത്തം തൊന്തരവാ കള്ളന് വെക്കണ കഞ്ഞി വീണൊരു പാത്ത കണക്ക് തുടങ്ങി നടക്കണ അപ്പടി അപ്പടി അക്കിടി സംഭവമാ നില കിട്ടാൻ ചുഴിയാണേ പണി കിട്ടാൻ കൂട്ടാക്കല്ലേ പിടിവിട്ടാൽ കൊക്കയിലാണേ പണിപാളല്ലേ പിടികിട്ടും വള്ളികളെല്ലാം പുലിവാലായി മാറുകയാണ് ഇനി വീഴാൻ ഒരു കണിയില്ലേ തകതരികിട തരികിട ഹോയ് ഈ തേടിപ്പാഞ്ഞേ മൊത്തത്തിൽ വെണ്ടേ പൊല്ലാപ്പിൽ പെട്ടേ കയ്യെത്തും ദൂരെ സൗഭാഗ്യം മുന്നേ അത് കയ്യിൽ തട്ടിപ്പറ വഴിച്ചു തരികയായി ഇവൻ ആരടാ? നിനക്കെന്തേലും മനസ്സിലായോ? ഇവൻ നല്ല അടിയാട്ടവൻ. എടോ എനിക്ക് തോന്നുന്നതേ നിനക്കങ്ങനെ പലതും തോന്നും. അതല്ല ഇത് മുമ്പത്തെ പോലെയല്ല. ഇവൻ സ്ലീപ്പർ സെല്ലാണോ നിങ്ങൾക്ക് സംശയമുണ്ട്? സ്ലീപ്പേഴ്സ് അല്ല, ഏത് നമ്മുടെ തുപ്പാക്കിയിലൊക്കെ പോലെ കണ്ട
കണ്ട അവര് മുട്ടയടിക്കാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എനിക്കത് ആദ്യമേ തോന്നി. അല്ല, അതൊക്കെ നിനക്ക് മനസ്സിലായി. അതിന് കുറച്ച് ബുദ്ധിമതി. അവൻ്റെ കയ്യിലെ സ്മാർട്ട് വാച്ച് ഉണ്ട്. അതിൽ നിന്ന് ഇവൻ ആരൊക്കെയോ വിളിക്കുന്നു. പിന്നെ അതേ ചാട്ടം കമ്പനി. അല്ലോടല്ല, എൻ്റെ കുഞ്ഞമ്മയുടെ സെയിം സാധനം. ചാത്രമൊന്നുമല്ല, നല്ല സാധനം. ചേട്ടാ സ്ലീപ്പർ സെല്ലാം നോക്കിയേ, അവൻ ആരൊക്കെ വിളിക്കുന്ന സ്മാർട്ട് വാച്ച്. സ്ലീപ്പർ സെല്ലാണെങ്കിലേ ഇവിടെ എവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടാൻ സാധ്യത. എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം. അപ്പൊ എനിക്ക് തോന്നണ്ടേ? തോന്നുന്നത് എനിക്ക് തോന്നുന്നതേ ഇതോ കടയിലോട്ട് നോക്കിയേ, എനിക്കൊന്ന് അവിടെ ബോംബ് വെച്ചെന്ന് കേട്ടാ. അങ്ങനെയാ നമ്മൾ തീർന്നിട്ടാ, നമ്മുടെ കത്ത് തീർന്ന്. പിന്നെ പ്രേമത്തിനും വേറൊരു സ്ലീപ്പർ സെല്ല്. അവൻ സ്ലീപ്പർ സെല്ലാന്ന് ചുമ്മാ പറയരുത്. അവൻ ഏജന്റ് എക്സ് എന്ന് പറയാൻ പറ്റുന്നുണ്ട്. ഇവന് എക്സ് ഉള്ളൂ, വെറുതെ എല്ലാ പട്ടിപ്പണി എടുക്കണം. ഇവന് എക്സോ? ഹേ പുത്തർ, മേരാ നാം ചക്കർ. അതന്നെ. ഏജന്റ് എക്സ് അത് ഇയാളാണ്. അയ്യോ ആരോടും പറയല്ലേ പ്ലീസ്. അയ്യോ രാജ്യസുരക്ഷ അവൻ്റെ കയ്യിലാ. ആലോചിക്കാം, ഞാൻ എന്ത് വേണേലും ചെയ്യാം. എന്നാ ചേട്ടാ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണം. എന്താ? ഞാൻ പറയണം. വെയിറ്റ്. ചേട്ടാ എനിക്കതല്ല, ഈ ഏജന്റ് വീട്ടിൽ പേര് ചക്കുന്നാണെങ്കിൽ ഏജന്റ് ചക്കുന്നാവോ? നിങ്ങളുടെ ഭീഷണിക്ക് മുന്നിൽ പേടിച്ചിട്ടൊന്നുമല്ല. ദേ, 2 ഉണ്ടയുടെ കേസേ ഉള്ളൂ. വരണം വരെ എനിക്ക് അവളെ ഇഷ്ടം. ഞാൻ അവളെ കണ്ടോളാം. എന്തിനാ അവിടെ പറയണേ? എന്നോട് പറഞ്ഞാ പോരെ. മതി മതി. 2 പേരുടെയും പേരും ആധാർ നമ്പറും വാങ്ങി വിട്ടേക്ക്. ഓക്കെ സാർ. കൊടുത്തിട്ട് പൊക്കണം. കണ്ടതി സന്തോഷം. പേര് പറടാ. പ്രേമിതൻ. പാർത്തൻ. ആധാർ നമ്പർ. ആധാർ നമ്പർ ഇല്ല. ഫോൺ നമ്പർ പറ. 80 9 80 9 80. അഡ്രസ് പറടാ. പ്രേമിതൻ, തടമ്പാട്ട് താഴെ, വെമ്പിളി പി ഒ, എറണാകുളം ജില്ല, കേരളം 6700331. ഐ ആം സോറി കേട്ടോ, ഞാൻ നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. താങ്ക്സ്. ശരി, കാണാട്ടോ. വാട്സ്ആപ്പ് നമ്പർ എന്തെങ്കിലും കാണാം. കാണുന്ന പോലെ നല്ല ആൾക്കാരല്ലേടി. ആദ്യമായിട്ടാ പെമ്പിള്ളയുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് ഡയറി മിൽക്ക് കിട്ടണേ. അതെ, ഇനി 2 കേസ് വന്നു കഴിഞ്ഞാൽ 100 തയ്ക്കാം. നോക്കിക്കോ, 100ാമത്തെ ഒരു കിടിലൻ കേസായിരിക്കും. പക്ഷെ എന്റെ മനസ്സെന്താ പറയുന്ന അറിയോ? നിന്റെ മനസ്സങ്ങനെ പല കൂടത്തിലല്ല. പിന്നെ 100ാമത്തെ കേസിനേക്കാൾ സൂപ്പറായിരിക്കും 99ാമത്തെ കേസ്. അതെന്താ? എന്തെങ്കിലും മോശം സംഭവിക്കാൻ വരുമ്പോഴേ എനിക്കൊരു പല്ലുവേന വരാറുണ്ട്. ഇപ്പൊ ഒന്ന് അത് ഈ സിൽക്ക് ഉണ്ടാക്കി കുത്തി കയറിയിട്ടായിരിക്കും. പല്ലിയേക്കണോടാ. ഇത് വർക്ക് ചെയ്യില്ലായിരുന്നല്ലോ. അതെ, എന്തോ നല്ല നടക്കാൻ മുമ്പും ഇത് മിണ്ടും. ചിലപ്പോൾ ശരിയായിരിക്കും. അതിൽ ആരായിരിക്കും? ആ കൊച്ച് എന്നോട് സംസാരിക്കാൻ വന്നായിരിക്കും. നോക്കിട്ടൊരു പടം. വാട്സപ്പ് നമ്പർ അത് തന്നെയാണ് കുട്ടി.
എടോ നിങ്ങളുടെ എവിടെയായിരുന്നില്ലേ ആ ഫ്ലക്സ് വെക്കല്? അതേടാ, പക്ഷെ നിന്നാരെ തെണ്ടി LP സ്കൂളിൻ്റെ ഫ്രണ്ടിലൊക്കെ ബോർഡ് ഉണ്ടാക്കാൻ പറഞ്ഞേ? ഞാൻ ടീച്ചറും മാഷ്ക്കും അവർക്കും ഒന്നാവണ്ടേ അങ്ങനെ വെച്ചതാ. അതേടാ, ടീച്ചറും മാഷ്മാരും മാത്രമല്ല പോലീസും കോടതിയും ഒക്കെ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുക്കും കൊച്ചിനെ തട്ടി കൊണ്ടുവന്ന് പറഞ്ഞുകൊണ്ട്. ഓ, ഈ കാലിനെയും കൊണ്ട് ജീവിക്കാൻ പറ്റാണ്ട്. എടോ ഞാൻ നിങ്ങൾക്കൊരു കച്ചവടം കിട്ടാൻ വേണ്ടി ചെയ്തതല്ലേ? നമുക്ക് ആ കൊച്ചിനോട് സംസാരിച്ചു നോക്കിയാലോ? സംസാരിക്കും. എന്നിട്ടുണ്ടല്ലോ 2 വീലെ തോമസ് ഫിലിപ്പിനെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ കുഞ്ഞു കൊച്ചിനോട്. എടോ നെഗറ്റീവ് പഠിപ്പിക്കല്ലേ. ഈ കൊച്ചുമായിട്ട് സംസാരിക്കാൻ ഒരു നേക്കുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്നെ കണ്ട് പഠിച്ചോ. മോളെ മോളെന്താ ഇവിടെ? പ്രേമിത മാമനെ കാണാൻ വന്നതാ. നിങ്ങളെ കാണാനാ? നിങ്ങളെ സംസാരിക്ക്. മോൾ ഒറ്റയ്ക്കാണോ ഇങ്ങോട്ട് വന്നത്? ഒറ്റക്കല്ല, ചേച്ചി, അമ്മ, അമ്മാമ്മ, അമ്മൂമ്മ എല്ലാവരും ഉണ്ട്. പുറത്ത്. ഞാൻ പോയി നോക്കിട്ടോ കേട്ടോ. മാമന് വേണോ? മാമ വെള്ളം കുടിച്ചോളാം. ഓക്കെ. പ്രേമോ ഒരു പെൺപടാനെ വരുന്നുണ്ട് കേട്ടോ. നിന്റെ ബന്ധുക്കളൊന്നും അല്ല. ഏയ് എനിക്കതാ ബന്ധുക്കള്. നോക്കിട്ടാ. ഓൾ ദ ബെസ്റ്റ്. അമ്മാമ്മേ എവിടെയായിരുന്നു? ആ പ്രൊഫസറ സുഖല്ലേ? സുഖം. കേറുവാ മക്കളെ. ഹായ്, എൻ്റെ പേര് ജാനകി. ഇതെൻ്റെ മകൾ ഗൗരി. ഇത് അവളുടെ മകൾ കാവേരി. ഇതെൻ്റെ ഇളയ മകളുടെ മകൾ കാവ്യ. ഇത് പിന്നെ നമ്മുടെ കിങ്ങിണി, നിങ്ങൾക്കറിയാലോ. ഹായ്. അല്ല അതല്ല, അതൊക്കെ പോട്ടെ, വന്നാരം പറ. ഞങ്ങളൊരു കല്യാണാലോചനയായിട്ട് വന്നതാ. ആർക്ക്? എനിക്കോ? എനിക്കതിനുള്ള പ്രായമൊന്നായിട്ടില്ല. അയ്യോ പ്രേമിത മോനെ, അല്ല സാറേ, സാറിനല്ല, എൻ്റെ ഒരു കസിൻ ചേച്ചിയുണ്ട്, അവളുടെ കല്യാണം സെറ്റ് ചെയ്യാൻ വേണ്ടി. മോൻ വിചാരിച്ചെന്നാ? അമ്മേ മോൻ വിചാരിക്കും. അതെ അമ്മേ. അല്ലേ സാറേ? അല്ലേ മാമ? ലുക്ക് ലേഡീസ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു ബ്രോക്കർ സ്ഥാപനമോ മാരേജ് ബ്യൂറോ അല്ല. പുറത്തൊരു ഫ്ലക്സ് ഇരിക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധിക്കില്ലോ? ഇല്ല, ശ്രദ്ധിക്കില്ല. പരസ്പരം ഇഷ്ടമുള്ളവരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഈ പറഞ്ഞ ആൾക്കുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ അങ്ങോട്ട് കുറ്റിയും പറിച്ച് പോകാതെ? എന്നാ ഐ ആം റിയലി സോറി. നിങ്ങൾക്ക് പോവാം. അയ്യോ അങ്ങനെ പറയില്ല സാറേ. അങ്ങനെ പറയും, അതാണ് എൻ്റെ പോളിസി. ഇവനിതെവിടെ പോയി? നീ ഇതോടെ പോണു? പിന്നെ ഇതെന്തത്? ഒന്നുമില്ല. നിന്ന് ഫാൻസി ഡ്രസ് എടുക്കാൻ പറഞ്ഞു നോക്കണം. ശരി, ദയവായി ക്ഷമിക്കുക. ഞങ്ങളുടെ കമ്പനി പോളിസി അനുസരിച്ച് നിങ്ങളെ കേസ് ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നിങ്ങളൊരു മാരേജ് ബ്യൂറോവോ ബ്രോക്കർ സ്ഥാപനമായിട്ട് ബന്ധപ്പെടുക. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ കുട്ടിക്ക് ഒരു പ്രേമം ഉണ്ടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. പൊക്കോളൂട്ടാ. എൻ്റെ പൊന്ന് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ സാറേ, നിങ്ങൾ വിചാരിച്ച ആ പെൺകുച്ചിന് ഒരു പ്രേമം സെറ്റ് ചെയ്യാൻ പറ്റില്ലേ? ആ മാരേജ് നടക്കും. ചെന്ന് കയറി കൊടുക്കും. ഒന്നും പറ്റില്ല. ഈ പ്രേമം ഇഷ്ടം എന്നൊക്കെ പറയുന്നത് ഒരാൾക്ക് മാത്രം തോന്നണ്ടല്ലോ, അത് 2 സൈഡിൽ നിന്ന് തോന്നണ്ടല്ലേ? അല്ലേ കുട്ടി? ഇത് ഞാൻ എവിടെയോ. ഹെൽമെറ്റ് ഒന്നും ഇരിക്കേ. ഒന്നും പറ്റില്ല. എന്താ പ്രശ്നം? അയാളോടാ ഹെൽമെറ്റ് ഒന്നും ഇടാൻ പറഞ്ഞേ. അതിനെന്താ ഞാൻ ഒന്നുമില്ല. ഒന്ന് ഊരടോ, ഹെൽമെറ്റ് അല്ലേ, MVD ഒന്നും അല്ലല്ലോ. ഇവൻ ഹെൽമെറ്റ് ഊരി കഴിഞ്ഞാൽ നിങ്ങളോട് പോവോ? അങ്ങനെ അവര് പോകണം. പോവും. അങ്ങനെ പറഞ്ഞാ പോരെ. പിന്നെ പറയാം.
പിടയ്ക്കുന്നിതേ അകമേ പുതുതായി തുടിക്കുന്നിതേ രാവിൽ നീലവായി ഉദിക്കുന്നിതേ പുലരുന്നിവിടെ നമുക്കായിതേ കരടോ വെറുതെ പിടയ്ക്കുന്നിതേ അകമേ പുതുതായി തുടിക്കുന്നിതേ രാവിൽ നീലവായി ഉദിക്കുന്നിതേ പുലരുന്നിവിടെ നമുക്കായിതേ എന്നാലും നിന്നെ സമ്മതിച്ചു. എന്താ ഇങ്ങനെ ഒരു തന്നെ നീ ഇഷ്ടപ്പെട്ടില്ലേ? ഇവരെന്താ കുഴപ്പം? ഞാനൊക്കെ കരുതിയത് ഗോകുലിനെ പോലെ സെറ്റ് ആവുന്ന. എനിക്കൊന്നും വേണ്ട ഗോകുലിനും രാഹുലിനും ഒന്നും. കാവ്യ പാർത്തിന് കുറച്ച് കട്ട് കിട്ടാം. എന്താ സിപ്പൊക്കെ കുടിച്ചോണ്ട് നിന്നെങ്കിലും ഇത് റെഡിയാക്കുമോ? ദേ നിന്റെ ലവൻ വരുന്നുണ്ട്, ഞാൻ പോണു. എന്താടി എന്താ പറയണ്ടെന്ന് പറഞ്ഞേ? അത് സിപ്പി പോയിക്കുന്നോ? പകുതി കഴിച്ചിട്ട് തന്നാ മതി. ഞാൻ പകുതിയൊന്നുമില്ല, ഫുള്ള് വരും. കഴിച്ച എന്തേ? ഒന്നുമില്ല. പറയടി കേക്കട്ടെ. അതെ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? ബെസ്റ്റ്. അഞ്ച് സംശയം ഇഷ്ടമാണ്. താങ്ക്സ്. പോട്ടെ, ടാറ്റ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നീ ഉദ്ദേശിച്ചത് പ്രേമം തന്നെയല്ലേ? മറ്റേ ക്ലാസ്മേറ്റ്സിലെ താര സുഗുനെ പോലെ കാത്തിരുന്ന പെണ്ണല്ലേ ഞാൻ. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് വെറും ഇഷ്ടം. നമ്മൾ പറയില്ലേ വെറും ഇഷ്ടം. പണ്ട് സൂക്ഷ്മ ടീച്ചർ പറഞ്ഞിരുന്നല്ലോ ഇഷ്ടത്തിന്റെ പര്യായപദം പ്രേമമാണെന്ന്. അയ്യോ, ഞാനന്ന് ക്ലാസ്സിൽ വന്നിട്ടില്ല, അതുകൊണ്ടായിരിക്കും. അപ്പൊ നിനക്ക് എന്നോട് പ്രേമമില്ല? അപ്പൊ നമ്മൾ ക്ലാസ്മേറ്റ്സിലെ സുഖവും താരയല്ല? എന്നെ ഒരു സതീശം കഞ്ഞിക്കുഴിയായിട്ട് കാണണം. പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടം. നിനക്ക് എന്നെ പ്രേമിക്കാമോ? ഈ പ്രേമം പ്രണയം എന്നൊക്കെ പറയുന്നത് ഒരാൾക്ക് മാത്രം തോന്നേണ്ട കാര്യമല്ലല്ലോ, അത് രണ്ട് സൈഡിൽ തോന്നേണ്ട കാര്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിട്ടാ, നല്ലൊരാളെ കിട്ടുക. എന്നാൽ കാവലുത്സവം പോയാലാ? പോടാ പറ്റി. കിട്ടിയില്ലേ? പോവാ. ഐ ഗോട്ട് സം ഡോഗ്. അപ്പൊ കഴിഞ്ഞ 5 വർഷമായിട്ട് പറയാന്നുള്ളത് ഇതായിരുന്നു അല്ലേ? എടാ നിനക്കപ്പോൾ ഇഷ്ടമല്ലായിരുന്നോടാ? ഇഷ്ടമല്ലായിരുന്നോന്നോ? ഒരു പെണ്ണിങ്ങോട്ടൊന്ന് ഇഷ്ടമെന്ന് പറഞ്ഞ അപ്പൊ തന്നെ ഞാൻ യെസ് പറയില്ലേ? നിങ്ങളങ്ങ് പറയില്ലേ? ഞാൻ പറയും. അല്ല പിന്നെ എന്താ പ്രശ്നം? കുറച്ച് ബിൽഡപ്പ് കൊടുക്കാൻ നോക്കിയതാ. എന്നിട്ട് പിറ്റേ ദിവസം അവള് സ്കൂളും നാടൊക്കെ ഇട്ടുപോയി. മൂഞ്ചി. പിന്നെ കാണണ. സാബാഷ്. എടാ എന്തായാലും നിന്റെ കാമുകി അല്ല എക്സ്. അങ്ങനെ പറയല്ലേ? അങ്ങനെ പറയൂ. നിന്റെ എക്സിനെ കുടുംബക്കാരെയും നീ തന്നെ ഇവിടുന്ന് ഒഴിവാക്കണം. ഞാൻ പുറത്തു പോയി തിരിച്ചു വരുമ്പോ അവരിവിടെ കണ്ട നിന്നെ ഇവിടെ കാണില്ല, നിന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. മനസ്സിലായോ? ഇറങ്ങടാ റൂമിൽ നിന്ന്. പോടാ പോ. പോടാ. അവൻ്റെ ഒരു തൊലിഞ്ഞ പ്രേമവും. ഞങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ട് ഒരുപാട് ബ്രാഞ്ച് ഇല്ലെങ്കിലും ഒറ്റ ബ്രാഞ്ച് ഉള്ളൂ. പിന്നെ ഞങ്ങളിപ്പം ഓഫീസൊക്കെ 9 മണിക്ക് തുറക്കും. ഓഫീസ് ഈ വീട് തന്നെയാണ്. ഇതേ ആള് വരുന്നുണ്ട്, ഒന്ന് സംസാരിച്ചു. മോനെ പ്രേമിത മോനെ എന്തായി? അമ്മൂമ്മയും മോളും കൊച്ചുമോളും എല്ലാരും കൂടി പാത്തൻ സാറിനോട് സംസാരിക്കും. പുള്ളിയാകുമ്പോ ഈ കേസൊക്കെ സെറ്റ് ചെയ്ത് തരും. 8 വർഷത്തെ പ്രേമല്ലേ? സൂപ്പറാ. സംസാരിക്കും. ശരി എന്നാ വരുമ്പോ കാണരുതേ. ബൈ.
പോസ്റ്റാണോടാ? എന്തെങ്കിലും ഒന്ന് വന്നാതിരുന്നു പൊക്കണം. എന്നാലും എത്ര ദിവസമായി. ഹായ്. അവൻ ഇത് അവൻ തന്നെയല്ലേ? ഉറപ്പല്ലേ? സമയം തേടാ. ആറ്റിറ്റ്യൂഡാണ്. എടാ ഈ ഫ്ലാറ്റ് കൊടുക്കാൻ പാളിട്ടോ. എന്തിനോട്ട് എന്താ അവരിപ്പൊ തന്നെ പറഞ്ഞൂടാ പോരെ? അതല്ലടാ, എന്നെ കുറച്ചേരം ഓടിക്കണ്ട്. എന്താ സീൻ? ആര്? ചിലപ്പോ 90ാമത്തെ കേസിലെ ആൾക്കാരായിരിക്കും. അതെനിക്ക് അറിയാൻ പറഞ്ഞ. ഒന്നും നോക്കണ്ട, ഓടിക്കോ. ഓക്കെ. ഞങ്ങളെ കൊണ്ട് വേറെ ഒന്നും ചെയ്യരുത്. വന്നിട്ട് നീയൊക്കെ എന്ത് ചെയ്യും? ഒന്ന് സഹായിക്കണം, ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടാ. നീയൊക്കെ എന്റെ ഓടിയതല്ലേ കാര്യം. എന്താ വിഷയം ചേട്ടാ? ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടാ. എടാ കാര്യം പറയാനേ, ഒന്ന് വിട്ട് സഹായിക്കാതെ കാര്യം പറ. എന്താ സംഭവം? പ്രേമിക്കാൻ പറ്റുന്നില്ല. ആന്തരാ വൺസൈഡാണോ സിംഗിളാണോ? ഞങ്ങൾക്ക് എല്ലാവർക്കും അഫേഴ്സുണ്ട്. പിന്നെ എന്താ പ്രശ്നം? എന്താ അത് ഈ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് വല്ലതും അല്ല ഈ മനഃശാസ്ത്രപരമായിട്ട് അങ്ങനെ എന്തെങ്കിലും? മനഃശാസ്ത്രം കുഴപ്പമൊന്നുമല്ലോ. അല്ല അങ്ങനെയൊന്നും അല്ല സാറേ. പിന്നെ എന്താ പ്രശ്നം? എന്താ കാര്യം പറ. സീൻ എന്താ? ഞങ്ങളുടെ കോളേജിൽ ഒരു ടീച്ചറുണ്ട്, പുള്ളിക്കാരൻ്റെ പ്രശ്നം. ഈ പ്രശ്നം എന്ന് പറയുമ്പോ മനസമാധാനമായിട്ട് പ്രേമിക്കാൻ പറ്റില്ലെന്നേ. ആസ് യൂഷ്വൽ ക്ലാസ് എടുത്ത് പ്രേമത്തിൽ നിന്ന് മാറ്റി വീട്ടിൽ വിളിച്ചു പറയാം. ഈ സൈസ് തൊലിഞ്ഞടപാടാ, നിങ്ങൾക്ക് അറിയോ? ഇല്ല. നിങ്ങൾ നോക്കി, ഒരു വാലന്റൈൻസ് ഡേ പോലും ഗതി കിട്ടാത്ത ഒരു കൂട്ടം പ്രേമാത്മാക്കളുള്ള കോളേജ് അത്. എടാ എന്നാ പിന്നെ നിനക്കൊക്കെ അവിടെ ചേരാതിരുന്നൂടെ? ഞങ്ങളുടെ ഇഷ്ടത്തിന് ചേരാനാ, വീട്ടുകാരോട് ചേർപ്പിക്കല്ലേ. ആ കോളേജിന്റെ ബ്രൗഷർ തന്നെ ലവ് ഇൻ ക്യാമ്പസ് എന്നാ. കഷ്ടം തന്നെ മക്കളെ നിങ്ങളുടെ കാര്യം. സാറൊന്ന് വന്നം, ഒന്ന് സഹായിക്കണം. ഇത് കഴിഞ്ഞിട്ടുള്ളൂ ഇനി എന്തും. അല്ല ക്യാമ്പസിന്റെ പേരെന്താ? ലവ് ഇൻ ക്യാമ്പസ്. നല്ല പേര്. ഇതാണ് ഞങ്ങളുടെ ലവ് ഇൻ ക്യാമ്പസ്. കൊള്ളാം സാറേ. ഗ്ലാസ് എൻ്റെ വേറെ ഉണ്ട്. പെമ്പിള്ളേരെ കണ്ടത് ഗുമ്മാവ്. ഒരു സ്വാഗ് ഇട്ട് നടക്ക്. സ്വാഗ് ഇങ്ങോട്ടല്ല അങ്ങോട്ട്. സോറി. സ്റ്റുഡൻസ് ആയിരിക്കും. സാറിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇന്നാ കാണാൻ സാധിച്ചത്. ആണോ? ഓ ഞാൻ ഇത്ര ഫേമസ് ആണോ? പിന്നെ
സാറിന് ഭയങ്കര ഫാൻസ് അല്ലേ? അതെ. എനിക്കോ ഞാൻ അറിയാതെ പോയല്ലോ. നമുക്ക് ടീച്ചറെ കാണാല്ലേ? ബൈ ദ ബൈ ടീച്ചർ എന്താ പഠിപ്പിക്കണേ? കെമിസ്ട്രി. ഓക്കെ. അതെ, ഞങ്ങളില്ല. ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് കുഴപ്പമാണ്. ടീച്ചറുടെ കൂത്തമ്പലത്തിനകത്തുണ്ടാവും. കൂത്തമ്പലത്തിൽ ആ ഒരു റെഡ് സാരി. ഓക്കെ. എന്നാ പിന്നെ ഞാൻ തന്നെ പോയേക്കാലേ. എന്നാൽ ഈ കെമിസ്ട്രി ടീച്ചർക്ക് കൂത്തമ്പലത്തിന് എന്താണ് കാര്യം? ഇതെന്താ കുട്ടികളെ ഇങ്ങനെയല്ല ഇത് എഴുതേണ്ടത്. അവിടെ ഇരിക്കണം. റെഡ് സാരി. അപ്പൊ ഇത് തന്നെ പ്രേമവിരോധിയായ ടീച്ചർ. ഇതിങ്ങനല്ലേ മിസ് എഴുതണ്ടേ? മേഡം, ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എസ് എന്നൊക്കെ പറയാം. എന്നാ പ്രേമിക്കുന്ന എസ് പറഞ്ഞാൽ നിങ്ങൾക്ക് പിടിക്കില്ല. ആർക്കൊരു ഉപയോഗമില്ലാത്ത പീരിയോഡിക് ടേബിളിലെ സംഭവം പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ മനസ്സുകളുടെ ഒരു കോവാലാൻഡ് ബോണ്ടാണ് ഈ പ്രണയമെന്ന്. ഇപ്പൊ ഇങ്ങനെ മിണ്ടാണ്ടിട്ട് യാതൊരു കാര്യമില്ല. എത്രയൊക്കെ പഠിപ്പിച്ചുകൊണ്ട് എന്താ കാര്യം? ആദ്യം മനസ്സ് മനസ്സിലാക്കാൻ പഠിക്കണം. നിങ്ങൾ ബയോളജി ടീച്ചറാണെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് കെമിസ്ട്രി മനസ്സിലായേനെ അല്ലേ? അല്ലേ അല്ലേ? എടാ ഇവിടെ മിണ്ടാണ്ടിട്ട് യാതൊരു കാര്യമില്ലെന്ന്. എന്താടാ നീക്ക്? ഇതേ നോക്ക് ടീച്ചറെ, നിങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഇവര് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇനി എല്ലാ പ്രേം പൊളിക്കാനാണ് നിങ്ങളുടെ പ്ലാനിങ്. ഞാൻ ഈ പെണ്ണെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി. ഈ കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഈ കുട്ടിയെ കെട്ടുകയും ചെയ്യും, ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും. അതിന് ടീച്ചറല്ല ഇവിടുത്തെ പ്രിൻസിപ്പൾ ചോദിച്ചാൽ എനിക്ക് യാതൊരു വിഷയമില്ല. എല്ലാം തീരുമാനം. ഐ ലവ് യു. എനിക്ക് തന്നെ ഇഷ്ടമാണ്. താൻ ഈ കോളേജിലാണോ? താനാരാ? നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നോക്കണം. 2 റെഡ് സാരിയോ? 2 റെഡ് സാരി അല്ലേ? എനിക്ക് ആള് മാറിപ്പോയോ എന്ന് ഒരു സംശയം. മാറിയെന്ന് മാത്രമല്ല, സാർ ഒതുക്കാൻ വന്ന മിസ്സിന് സാർ പ്രപ്പോസും ചെയ്തു. അതാണ് ഞങ്ങൾ പറഞ്ഞ മിസ്, പല്ലവി മിസ്. ആണോ? റിയലി? എന്നാൽ നിങ്ങളുടെ പല്ലവി മിസ്സിനെ എൻ്റെ മിസ്സിസ് ആക്കിയിട്ട് പകരുക. ഓക്കെ, ഒരു സെക്കൻഡ്. ആ കാലം പാർത്തം കാരണം വല്ല പുട്ടും തിന്നിരുന്നാ മതി. താനാരാ? താൻ ആരാ തന്റെ വിചാരം? എന്തർത്ഥത്തിൽ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞേ, അതും ആ ടീച്ചറിന് മുമ്പ് വെച്ച്. എടോ, താനാദ്യം ചിരി നിർത്തിക്കേ. തന്റെ ID കാർഡ് കാണിക്കണോ? താൻ ഈ കോളേജിലാണോ? താൻ എന്താ ഒന്നും മിണ്ടാത്തത്?
മഴപാടും മഴവിൽ ചെരുവിൽ കഥ പറയാൻ പോരാമോ നീ അതിരില്ലാതകലേക്കകലേക്ക് ചിരിപൂക്കും മാനസവനിയിൽ വിരൽ കോർക്കാൻ പോരാമോ നീ അഴകേ എന്നരികെ അരികേക്ക് പ്രിയതേ കൂടുമോ അറിയാനണയുമോ ഒരു മധുകാലം പകരം ഞാൻ തന്നിടാം സഖിയേ നിന്റെ ചിരിയിൽ സബലം എന്റെ ജന്മം ഇനി വൈകാതെ തമ്മിൽ കോർത്തിടാം സ്നേഹരാഗങ്ങളായി മോഹസ്വപ്നങ്ങളായി എന്നും ഒന്നായി ഇനി നമ്മൾ പോകയല്ലേ തൊട്ടു തൊട്ടേ വന്നു ദൂരെ ദൂരെ ഇനി പോകാതെ. ഓ മനുഷ്യന്റെ റൊമാൻറ്റിക് മൂഡ് കളയല്ലേടാ കാലോ. കുറച്ചുകൂടി കഴിഞ്ഞാലേ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് റൊമാൻസ് കളിക്കേണ്ടി വരും കേട്ടാ. എന്താ എന്തുപറ്റി? എടോ തള്ളിപ്പിച്ചാവും. ഏതള്ള ഇന്ന് കയറി വന്നില്ലേ ആ മുത്തശ്ശി ആ വൈറ്റ് കെയർ ലേഡി. എന്താ സംഭവം? അതൊന്നും അറിയില്ല. ഇവിടെ കിടന്ന് അന്ധവിശ്വാസം വിളിക്കുന്നുണ്ട്. ഈ പെരട്ട് തള്ളനെ കൊണ്ട് ഞാൻ